നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് എം.ജി. ശ്രീകുമാർ. നിരവധി പുരസ്കാരങ്ങളും ആദരങ്ങളും നേടിയെടുത്തിട്ടുണ്ട് ഈ ഗായകൻ. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി മലയാളി ജീവിതത്തിന്റെ ഭാഗമാണ് എം.ജി. ശ്രീകുമാറും ആ ശബ്ദവും. ഗായകനായി മാത്രമല്ല, അവതാരകനായും റിയാലിറ്റി ഷോ വിധികർത്താവുമായുമെല്ലാം എം.ജിയെ മലയാളികൾക്ക് സുപരിചിതമാണ്. ഇപ്പോഴിതാ വാർത്തകൾ നിറയുകയാണ് എം.ജി. ശ്രീകുമാർ. കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിൽ ഗായകൻ എം.ജി. ശ്രീകുമാർ പിഴയടച്ച സംഭവം ഇതിനോടകം വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആയിട്ടുണ്ട്. 25,000 രൂപയാണ് എം.ജി. ശ്രീകുമാർ പിഴ നൽകിയത്. ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരി വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് വീണ മാമ്പഴങ്ങൾ കായലിലേക്ക് എറിഞ്ഞതായിരുന്നു. ഈ ദൃശ്യങ്ങളോടെ നൽകിയ പരാതിയിലാണ് നടപടി വന്നത്. സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം ചർച്ചയായിരിക്കെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എം.ജി. ശ്രീകുമാർ. തനിക്ക് പറ്റിയ തെറ്റ് ഗായകൻ തുറന്നു സമ്മതിക്കുന്നു എന്നൊക്കെയാണ് ഗായകൻ ഇതിനോടകം പറഞ്ഞിട്ടുള്ളത്. നോട്ടീസ് വന്ന് അടുത്ത ദിവസം തന്നെ പണം അയച്ചു. കാരണം ചെയ്തത് തെറ്റാണ്. എന്റെ വീടാണിത്. ഇവിടെ നിന്ന് ആര് വെള്ളത്തിൽ എന്തെടുത്തെറിഞ്ഞാലും കളഞ്ഞാലും ഞാൻ അതിന് ഉത്തരവാദിയാണ്. ഞാൻ മാതൃകയാണ്. ഫൈൻ അടച്ചതിന്റെ നിശ്ചിത ശതമാന വിവരം അറിയിച്ച് ആൾക്ക് കിട്ടും. ഇത് തുടർന്ന് പോകണമെന്നാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം. മനസ്സാ വാച കർമ്മണ അറിയാത്ത തെറ്റിനാണ് പിഴ ചുമത്തിയത്. ഹോട്ടലുകളിൽ നിന്നും മറ്റു മാലിന്യം തള്ളുന്നുണ്ട്. അതിന് വൻതുക പിഴ ഈടാക്കണമെന്നും എം.ജി. ശ്രീകുമാർ ആവശ്യപ്പെട്ടു. മാലിന്യം തള്ളിയത് തെറ്റാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഇത് എല്ലാവർക്കും ബാധകമാകണം. കാരണം ഇത് കാറിൽ നിന്ന് വലിച്ചെറിഞ്ഞാലും മറ്റെന്ത് തരത്തിലായാലും ഫൈൻ ചുമത്തണം. വിദേശ രാജ്യങ്ങളിൽ ഇത്തരം നിയമം കർശനമാണെന്നും എം.ജി. ശ്രീകുമാർ ചൂണ്ടിക്കാട്ടി. അതേസമയം ഈ സംഭവം വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ചർച്ചയായതോടെ ജനങ്ങൾക്കറിയേണ്ടത്, ജോലിക്കാരി പിരിച്ചുവിട്ടോ? അവർ ഇപ്പോൾ എവിടെ? നാട് കടത്തിയോ? ഇതൊക്കെയാണ്. എന്നാൽ ഇതിനും ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായ മറുപടിയുണ്ട്. ജോലിക്കാരി അറിയാതെ ചെയ്തതാണ്. അവർക്ക് ഒരുപാട് വിഷമമായി. ജോലിക്കാരിയെ താൻ വഴക്കു പറയുകയോ അവരുടെ ശമ്പളം കുറയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്നും എം.ജി. ശ്രീകുമാർ വ്യക്തമാക്കി. ഈ മാസത്തെ ശമ്പളം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പാവം ഒരു സ്ത്രീയാണ്. അതിനകത്ത് നമ്മൾ കുറ്റമോ തെറ്റോ പറയുന്നില്ല. ഒരാൾ അറിയാതെ ഒരു കാര്യം ചെയ്തതിൽ എന്ത് പറയാനാണ്? അവരോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്നും എം.ജി. ശ്രീകുമാർ വ്യക്തമാക്കി.